ഈ വളരെ പെട്ടെന്ന് നമുക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകണം. വീണ റെഡ്ഡിയാണ്. വീണ വലിയ ആവേശം, പ്രവർത്തകരുടെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ പറയൂ, എത്രത്തോളം വലിയ ആവേശത്തിലാണ്? പ്രവർത്തകരെല്ലാം വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. വലിയ സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന പ്രവർത്തകരെയും ഒപ്പം തന്നെ എംപിമാരെയും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് തന്നെയാണ്. ഒരു മതിലിനപ്പുറം സെക്രട്ടേറിയറ്റ് ആണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ഈ വശത്തോടു കൂടിയുള്ള ഗേറ്റ് വഴിയാണ് പാസ് പരിശോധിച്ചതിന് ശേഷം VIP അടക്കമുള്ളവരെ കയറ്റിവിടുന്നത്. വലിയ തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തും സന്തോഷമാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു അധികാരം അതെങ്ങനെയാണ്? അത് ആദ്യത്തെ ദിനം സത്യപ്രതിജ്ഞാ ചടങ്ങ് വളരെ ആഘോഷപൂർവ്വം ഗംഭീരമായി നടക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക, ആ ഒരു സന്തോഷത്തിൽ പങ്കാളിയാകുക എന്നുള്ളതാണ് നിരവധി പ്രവർത്തകർ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു ചടങ്ങ് വീക്ഷിക്കുവാൻ എത്തുന്നവരാണ്. പാസുകളൊക്കെ കയ്യിലെടുത്ത് ഒരു ഘട്ട പരിശോധന അവിടെയുണ്ട്. അതിനുശേഷമാണ് ഈ ഗേറ്റിന് മുന്നിൽ പരിശോധനയുള്ളത്. കൂടി നിൽക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ, പ്രിയങ്ക അടക്കമുള്ളവർ അല്പസമയങ്ങൾക്ക് മുമ്പ് അകത്തേക്ക് പോയി. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ളവർ, നേതാക്കൾ അടക്കമുള്ളവർ പോയി. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഹൈബീഡൻ പോയത്. അതുപോലെ തന്നെ VS ശിവകുമാർ അടക്കം അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിസഭാ അംഗങ്ങൾ അടക്കമുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുവാൻ എത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കടന്നു വരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സന്തോഷം, ഭയങ്കര സന്തോഷം. കേരള ജനത ആഹ്ലാദിക്കുകയാണ്. കാരണം നമുക്ക് ഇതുപോലൊരു മുഖ്യമന്ത്രി കിട്ടിയതിനും ഇതുപോലെ ഒരു നല്ലൊരു മന്ത്രിസഭയും നല്ല രീതിയിൽ കേരള ജനത 10 കൊല്ലം ഞങ്ങൾ കാത്തിരുന്നു. ആ 10 കൊല്ലത്തിന് ശേഷം ഒരു സുവർണ നിമിഷത്തിലാണ് കേരള ജനത മുഴുവൻ. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറാൻ പോകുന്നു. അതെ, വലിയ സന്തോഷമല്ലേ. നമ്മളെല്ലാം ഒരുപാട് സഹായിച്ചല്ലേ. ശരത്ലാലിന്റെ അച്ഛനാ. അതെ 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 അതെ, ആ സന്തോഷത്തിൽ തന്നെ നമ്മളിപ്പോൾ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഈ ഒരു നിമിഷം നമുക്ക് കാത്തു നിൽക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുമായിരുന്നില്ലേ. ഈ സന്തോഷം ഒന്ന് കാണണം, നേരിട്ട് കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. ഇന്ന് രാവിലെയാണ് എത്തിയത് അതോ കഴിഞ്ഞത്? രാവിലെ എത്തിയതാണ്. അപ്പോൾ ട്രെയിൻ ലേശം ലേറ്റ് ആയി പോയി, അതുകൊണ്ട് കുറച്ച് വൈകി. പാസിൽ കാത്തേക്കാണ്. ജനങ്ങൾ UDF സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചു. വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറുന്നു. വലിയ മാറ്റങ്ങൾ, ജനപ്രിയ പദ്ധതികളടക്കം തുടക്കം ഉണ്ടാകുമെന്നുള്ളതാണോ? അതെ അതെ, അതിന് സംശയമില്ല. V.D. സതീശനോ അല്ലെങ്കിൽ UDF എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ അത് പാലിക്കപ്പെടാനാണ്. വെറുതെ മനുഷ്യർക്ക് ഒരു ആവശ്യം കൊടുത്തിട്ട് വെറുതെ വോട്ട് നേടാൻ വേണ്ടിയിട്ടല്ല. അത് കൃത്യമായിട്ടും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ V.D. സതീശന് ഉള്ളത്. ആ നിലപാട്, ആ ഒരു വാക്ക് മാറ്റി പറയലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യങ്ങൾക്കോ ചെയ്യാൻ നിൽക്കൂല. ഒരുപാട് പഠനങ്ങളുണ്ട്, അത് മുമ്പോട്ട് കൃത്യമായി കൊണ്ടുപോകും. അപ്പോൾ UDFനെ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹം നയിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ശരത്ലാലിനെ പോലെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകർ ഈ ഒരു നിമിഷം സാക്ഷ്യം വഹിക്കാൻ എത്തുന്നുണ്ട്. ഈ നിമിഷം മകൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിലും കാര്യമില്ലല്ലോ. അത് ഇനിയുള്ള തലമുറക്കെങ്കിലും ആ ദുർവിധി വരാതിരിക്കാൻ വേണ്ടി ഈ സർക്കാർ മാറണമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. മാത്രമല്ല ഈ ക്രിമിനൽ സംഘം പോലെയുള്ള ഒരു സർക്കാർ ഭരിക്കുന്നതിലുള്ള വിഷമം തന്നെയാണ് നമ്മൾക്കുള്ളത്. അതിന് മാറുമ്പോഴുള്ള ഒരു ആശ്വാസം, പിന്നെ സന്തോഷിക്കാൻ നമുക്ക് പറ്റൂല, എങ്കിലും ഒരു ആശ്വാസം. ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സ്വസ്ഥമായി ജീവിക്കാം, കേരളത്തിൽ ജീവിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.